അപ്പൊ ഇവളെ പാരന്റ്സിന് കോള് പോകും, നിങ്ങളെ മോളെ നല്ലോണം വളർത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ആൾക്കാരെ വിട്ട് കല്യാണം കഴിപ്പിച്ചു വിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാ. അതായത് ഇവളെ അവര് നോക്കിക്കോളൂ, ഓക്കെ ഫൈൻ, പക്ഷെ ഞാനാണ് പ്രശ്നക്കാരി. അതായത് ഇവള് കാരണമാണ്, ഇവളെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി ലൈക്ക് ഞാൻ ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു എ ഗേൾ എന്നാണ് ഇവര് വിചാരിക്കുന്നത്. ഓക്കെ, ഇവര് വിചാരിക്കുന്നത് എനിക്കെന്തോ രോഗം, പിന്നെ രണ്ടാമത് വിചാരിക്കുന്നത് ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അങ്ങനെ. അതിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം വിചാരിക്കുന്നത്. പക്ഷെ ആ വിചാരം നമുക്ക് തിരുത്താൻ പറ്റൂല. വി ജസ്റ്റ് ഹാവ് ടു ലീവ് ആൻഡ് ഷോ ദം. ഇപ്പൊ ഇൻഫ്ലുവൻസിങ് പറഞ്ഞോണ്ട് അങ്ങനെ ഒരാളെ ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്തോണ്ട് അങ്ങനെ ഐഡന്റിറ്റി ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. തോന്നിയിട്ടില്ല. അതൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം അങ്ങനെ ജീവിക്കും? അല്ല, അതിപ്പോ നമ്മള് പറയൂല, ഇപ്പൊ പാരന്റ്സ് എങ്ങനെ പറയൂല, പഠിക്കുന്നത് അതിന്റെ ആ കുട്ടികാരി കാരണം അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അതിന്റെ മാർക്ക്. പക്ഷെ അങ്ങനല്ല, നമ്മള് അത് വേറെ ഇത് വേറെ ആക്ച്വലി അല്ലേ. ഉത്തരം കിട്ടാണ്ട് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തൂല. ഓക്കെ. ആൻഡ് നിങ്ങൾ പിന്നെ 12th ശേഷം നാട്ടിലേക്ക് വന്നു അല്ലെ? ആലുവ, കോഴിക്കോട് അങ്ങേ ദിക്കില്ല. 3 വർഷം നിങ്ങൾ കാണാനൊന്നും ശ്രമിച്ചിട്ടില്ല? പക്ഷെ പറ്റിയില്ല. നമുക്ക് ട്രെയിനിലാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 4-5 മണിക്കൂർ. ഇവിടെ വീട്ടിലാണെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആണ്. നമ്മള് രാവിലെ പോയിട്ട് വരുമ്പോ രാത്രിയാവും. അപ്പൊ അത്ര നേരം എവിടെ ആയിരുന്നു എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആവും. അതൊക്കെ കുറെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും 3 years നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഫോണായാലും കുറച്ച് റെസ്ട്രിക്റ്റ് ആയിരിക്കും, നിങ്ങൾ ഒളിച്ചും പാത്തൊക്കെ വിളിക്കേണ്ട വരും. അപ്പൊ ഈ 3 വർഷത്തില് എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ നൂറൊക്കെ ഇനി വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വേറെ ആരോടെങ്കിലും അഫക്ട്, അങ്ങനെ എന്തെങ്കിലും ചിന്താഗതി എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ഒരു ചിന്താഗതി പോയിട്ടും കൂടില്ല. എന്താന്ന് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടല്ലോ. ബിക്കോസ് വി ആർ ബീങ് ട്രൂ ടു അവർ സെൽഫ്, ട്രൂ ടു അവർ പാർട്ട്ണർ. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത വരൂല. കുറെ പേര് ലൈഫിൽ വന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 3 year നമ്മൾ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ജെന്യുവൻലി. സോ നമുക്ക് അങ്ങനെ തോന്നൂലല്ലോ. ഇപ്പം വീട്ടുകാർ പിടിച്ചിട്ടാണല്ലോ അവരറിഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ്. അതല്ലാതെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇതാ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇഷ്ടത്തിലാണ് മനസ്സുകൊണ്ട് ഒരു മൂന്നാമതൊരു വ്യക്തിയോട് പറഞ്ഞത് ആരോടാ? ആരോടായിരിക്കും പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്തതാ? എന്നുവെച്ചാൽ പറയണമെന്ന് തോന്നി, ആ വ്യക്തി അറിയണം. ബാക്കിയെല്ലാം നിങ്ങളിപ്പോ പേരൻസ് ആയാലും എല്ലാവരും ഈ ഫോൺ കോൾ ഇതൊക്കെ പിടിച്ച് അങ്ങനത്തെ ഇതാണ്. പക്ഷെ നിങ്ങൾക്കായിട്ട് തോന്നുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമൊക്കെ സ്കൂൾ ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു ഫ്രണ്ട്സിനോട് പറയാൻ അവർ അക്സെപ്റ്റ് ചെയ്യുമോന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ കോളേജ് ലൈഫിലേക്ക് നാട്ടിലേക്ക് വന്നു, നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് പറയാം എന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ നിങ്ങളുടെ ലൈഫ്? ഞാൻ എന്റെ കോളേജിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എല്ലാവരും 3-4 പേര്. ഒരാളോടെ ഞാൻ കൂടുതൽ പറഞ്ഞത്. അപ്പൊ ബാക്കി ഒരാളും കൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ അവളും ഓക്കെ ആയിരിക്കും എന്നുള്ളതിൽ പറഞ്ഞു. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവളോടൊക്കെ സംസാരിക്കുമായിരുന്നു അവരൊക്കെ. അവർ ഫസ്റ്റ് കണ്ടപ്പോ അവരുടെ എക്സ്പ്രഷൻ എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്താ? അവർക്ക് കോളേജിൽ പോകുമ്പോ ആ ടൈമില് വേറെ കുട്ടിയുടെ ഫോൺ വാങ്ങി ഞാൻ ഇവളൊരു 10 മിനിറ്റ് രാവിലെ ഇവളവിടെ നിന്ന് ഇറങ്ങുന്ന കോളേജിൽ ഇറങ്ങുന്ന ഒരു സമയം കറക്റ്റ് ആണെങ്കിൽ ഇവള് എടുക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ വിളിക്കലുണ്ട്. അപ്പൊ എപ്പോഴും അവരുടെ ഫോൺ കൊണ്ടുവരുമ്പോഴാണ് നൂറേനെ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അവരത് പ്രതീക്ഷിച്ചതാണ്. പറഞ്ഞപ്പോ അവർക്ക് കൺഫേം ആയി. ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഫ്രണ്ട്സ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ട്, എപ്പോഴും അല്ല, പക്ഷെ എന്നാലും നമ്മൾ കണക്റ്റഡ് ആണ്. എനിക്ക് പറയാന് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലൈക് പാരന്റ്സ് അറിഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ പോയി പറഞ്ഞതല്ല. ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അതിനുശേഷം വീണ്ടും 3 years ശേഷം വീണ്ടും നിങ്ങളെ വീട്ടിൽ വീണ്ടും പൊക്കി. അത് നൂറയുടെ പാരന്റ്സ് തന്നെയാണ് പൊക്കലും അടിമേടിക്കല്. ഞാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവള് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഒരു വിവരമില്ലായ്മ കൊണ്ട് പിടിക്കുന്നു. എന്നിട്ട് ഇവളെ വീട്ടിൽ പ്രശ്നമാവുന്നു. ഇവക്ക് കുറെ സ്ട്രഗിൾ ആവുന്നുണ്ടായിരുന്നു, എനിക്കും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഒരു കെയർലെസ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കെയർലെസ്നെസ് അല്ല, ഉമ്മാക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഒരു വട്ടം ഡൗട്ട് പിടിച്ച പിന്നെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. ചാറ്റ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിലെ സംശയം തുടങ്ങി. ഇങ്ങനെ ഫോൺ പിടിക്കുകയാണെങ്കിൽ നൂറൊക്കെ മെസ്സേജ് അയക്കാനാണ്. അപ്പൊ ഞാൻ ഒരു ചേച്ചി ചാറ്റ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരു ഉമ്മമാരെ പിടിച്ചു. ഓക്കെ. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇപ്പൊ ഞാൻ ന്യൂസും ഇതെല്ലാം വായിച്ചപ്പോഴത്തേനും നിങ്ങളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കിയത് നൂറയുടെ പേരൻസ് ഭയങ്കരമായിട്ട് ആദിലയുടെ പേരൻസിനോട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മാറണം. ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിലയുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ?
നൂറയുടെ ഫാമിലിയും കൂടെ സപ്പോർട്ട് ആയിരുന്നെങ്കിൽ അതിലയുടെ പേരൻസ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു? എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. ഇവയുടെ കാര്യം ലൈക്ക് അവിടെ റിലീജിയന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് റിലീജിയൻ എല്ലാതും മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ എല്ലാവരും ഇവിടത്തെ ഇത് എങ്ങനെയെങ്കിലും ആ ഒരു സെറ്റ് ഓഫ് റൂൾസിലൂടെ ജീവിച്ചിട്ട് വേറെ ജീവിതത്തിലാണല്ലോ, പരലോകത്തെ ജീവിതത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് അതൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ വിശ്വാസം, അതിലൊന്നും പറയാൻ പറ്റൂല. അത് മാത്രമല്ല ഫാദറും ഭയങ്കര മെയിൽ ഷോനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഇവൻ നമ്മൾ പുറത്ത് പഠിച്ചോണ്ട് നാട്ടിലോട്ട് വന്നപ്പോൾ ഡോക്യുമെന്റ്സിൽ കുറച്ച് പേരൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ജോലിക്കൊക്കെ ഇതാകണ എനിക്ക് പേരെല്ലാം കറക്റ്റ്, എനിക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ അക്ഷയയിലൊക്കെ പോകുമ്പോൾ നീ എന്തിനാ അതൊക്കെ പേരൊക്കെ മാറ്റണം, എന്തായാലും കല്യാണം കഴിക്കാൻ പോണേട്, ജോലിക്കൊന്നും പോകില്ല, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ഉള്ളൊരു കല്യാണം എന്നല്ലാതെ വേറെ ഒരു ഇതില്ല മൈൻഡില്. അതിന്റെ എക്സ്ട്രീം ആയിരുന്നു. എന്നെ കെട്ടിക്കാൻ വെച്ച ഒരു വസ്തു തന്നെയായിരുന്നു. ഓക്കെ, ഐ വാസ് ജസ്റ്റ് ആൻ ഒബ്ജക്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ലൈക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്, എന്നെ കാണിക്കുന്നത്, ആൾക്കാരെ കൊണ്ടുവരുന്നത് കാണിക്കുന്ന ആ ഒരു സെയിം പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് 3 years. എങ്ങനെയോ ആണ് സ്ട്രഗിൾ ചെയ്ത് പോകുന്നത്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ബൈ ദ വേ. ഒരുപാട് ഈ സ്ട്രഗിൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും ആ മുറിവ് പോവത്തില്ല. നിങ്ങൾക്ക് ഇനി എത്ര ഹാപ്പിനെസ് നിങ്ങൾ എത്ര അച്ചീവ് ചെയ്താലും ആ മുറിവ് എപ്പോഴും മനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു മുറിവ് ഉണ്ടോ നിങ്ങളുടെ മനസ്സില്? അതെ, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഞങ്ങളെ റിലേഷൻഷിപ്പിന്റെ മാറ്ററിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സ് തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ചാൻസ് കൊടുത്തു. ഓക്കെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പറയുന്ന തൊട്ട് ഞങ്ങൾക്ക് ആവാൻ പറ്റൂല. ഓക്കെ, എനിക്കിപ്പോൾ ഇവളെ ഇഷ്ടമാണ്, ഇവക്ക് എന്നെ ഇഷ്ടമാണ്. അതുപോലെ ഒരു തെറാപ്പി തന്നിട്ടോ ഡോക്ടറെ കാണിച്ചിട്ടോ ഒന്നും നേർക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഇസ് നോട്ട് സംതിങ് ടു ബി ഡൺ. അപ്പോൾ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു. പിന്നെ അവിടെ കൊടുത്തെന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും, നമ്മളങ്ങനെ മക്കള് ചാൻസ് കൊടുത്ത് അങ്ങനെയല്ല. പാരന്റ്സിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവരാ വെറുപ്പിച്ച മീഡിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത ഒരു ഇതേ അല്ലായിരുന്നു. ഓക്കെ, ഞങ്ങൾ അതൊന്നും ഇല്ലാണ്ട് ഫുള്ളി ഓപ്റ്റ് ഓക്കെ ഞങ്ങള് മുന്നോട്ട് പോവാം, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് അസ്. ഞങ്ങളത് പാടു നോക്കി ഞങ്ങൾ ജീവിച്ചോളാം, ജോലി ചെയ്ത് ആർക്കും ഒരു ശല്യമില്ലാണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. അതൊന്നും കേൾക്കാണ്ട് പിന്നെയും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി. അത് വലിയൊരു മുറിവായിരുന്നു. അതെപ്പോ ഇതാക്കിയാലും ഇപ്പൊ നിങ്ങൾ 12th വരെ സൗദിയിലായിരുന്നല്ലോ. അപ്പൊ ഈ കേരളത്തിലത്തെ ലോസിനെ പറ്റി, ഇവിടത്തെ ഇങ്ങനെയൊക്കെ പോയ ഇങ്ങനത്തെ ഒരു നിയമസഹായം ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോളജ് തന്നത് ആരാണ്? കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നോളജ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരല്ല, നമ്മൾ കുറെ റീസെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ കാണുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഇന്റർനെറ്റിലും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ അതിനൊന്നും തീരെ ഐഡിയ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചിങ്ങനെ റീസെർച്ച് ഒക്കെ ചെയ്ത് വന്നപ്പോ അത് കുഴപ്പമൊന്നുമില്ല, ലീഗലൈസ് ചെയ്തിട്ടാണ്. നമ്മളും കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി, അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആണല്ലോ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ ഇത്രയും പൂട്ടിട്ട്, അപ്പൊ എങ്ങനെ ഒരു ഫസ്റ്റ് ഒരു മീഡിയ അപ്രോച്ചിലേക്ക് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? കാരണം പേരൻസിന്റെ കണ്ണു വെട്ടിച്ച് വേണമല്ലോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇവളാണ് ഫസ്റ്റ് ലൈക് മീഡിയയിലൊരു ഞാൻ ആക്ച്വലി FB-യിൽ ഒരു വീഡിയോ ഇട്ടതാ, ഇൻസ്റ്റാഗ്രാമില്. അതിനുശേഷമാണ് നമ്മള് മീഡിയയിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ വന്നു ലൈക്ക് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു പണ്ട് കേട്ടോ. അത് ഭയങ്കര എന്തോ പോലെയായിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ഇതില്ല, കയക്കാനോ വെറുതെ ഒരു ഇങ്ങനെ എടുക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അപ്പ ആ ഒരു നേരത്ത് എനിക്ക് എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എപ്പോഴും എനിക്കറിയില്ല. ലൈക്ക് ഇത്രത്തോളം അതിന്റെ ഇടയ്ക്ക് ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമില്. പിന്നെ പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് നമുക്ക് ഹോട്ടലിൽ പോവാൻ, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിചാരം ഒരു കൂടെ കിടന്ന എന്തോ മാറും എന്നുള്ളൊരു സംഗതി. ഇതൊക്കെ നമ്മൾ കേട്ടും ഇത്ര അനുഭവിച്ച് വന്ന് നിൽക്കുമ്പോ എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് എനിക്കത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ആ ന്യൂസിലൊക്കെ ഭയങ്കര മെച്യൂർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അതിലാണ് ഏറ്റവും കൂടുതൽ. കാരണം നൂറേനെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഭയങ്കര മെച്യൂർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ ആ ന്യൂസ് വായിച്ചപ്പം ഒരുപാട് പേര് കമന്റ്സ്, ഇപ്പം ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴത്തേനും
ഇപ്പൊ നമ്മൾ ഓരോ കാര്യം അടിയിലെ കമന്റ്സ് വരുമല്ലോ, നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം, സ്വന്തം കുടുംബത്തിൽ വന്നാലാണ് ആ വേദന അറിയുള്ളൂ എന്നാണ് എല്ലാ ഇന്റർവ്യൂസിന്റെ അടിയിലും ഞാൻ കണ്ടത്. ഇപ്പൊ ഏതൊരു അവതാരിക പറഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ ഇത് ചെയ്യാം, സ്വന്തം കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് നിങ്ങളും കണ്ടിട്ടുണ്ടാവൂലേ ഇപ്പൊ ഓരോ ഇന്റർവ്യൂസിന്റെ തന്നെ. അപ്പൊ അങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? ഇതിൽ വരുന്നത് ഇത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ, അവർക്ക് എങ്ങനെ ഇരുന്ന് പറയാം. ഇപ്പൊ ഞാനും ഇവള് ഗോത്രൂ ചെയ്ത് രണ്ടും എൻ്റെ ഡിഫറെന്റ് സാധനമാണ്. ഒരുമിച്ചുള്ളപ്പോൾ അത് ഗോത്രൂ ചെയ്ത് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ എഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആയിരിക്കും. അപ്പൊ അത് ഇങ്ങനെ ആൾക്കാർക്ക് കമന്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോഴും ഞങ്ങളെ സം പാർട്സ് ആർ മിസ്സിങ്, അങ്ങനെയാണ് പറയുക. വി ആർ നോട്ട് കംപ്ലീറ്റ് കാരണം ട്രോമ എഫക്റ്റഡ് ആണ്. ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾക്ക് സ്ട്രഗിൾ ആയി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ഞങ്ങളെ എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതും ഞങ്ങളതൊന്നും ഓവർ എക്സ്പ്രസ് ചെയ്യാറൊന്നുമില്ല. യൂട്യൂബിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഞങ്ങൾ ഓവർ അത് പറഞ്ഞ് കരച്ചില് വീഴ്ചില് അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, വി ജസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നുണ്ടല്ലോ നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവണം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ലൈക്ക് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെ വീട്ടിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്താക്കും, കൊല്ലുവോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇവര് കൊല്ലുവോ? കൊല്ലാണ്, കൊല്ലട്ടെ, എന്നാ പിന്നെ അതിന്റെ നിയമം. കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച സ്വവർഗ അനുരാഗികളാണ് ആദിലയും നൂറയും. ഒരുമിച്ച് ജീവിക്കാനായി വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരുന്ന നൂറയെ വിട്ടുകിട്ടാൻ ആദില ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു. നിയമം ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം നിന്നു. സമൂഹത്തിൽ ചിലർ ഒറ്റപ്പെടുത്തുമ്പോഴും വലിയൊരു കൂട്ടം ആളുകൾ നൂറയും ആദിലയും പിന്തുണച്ചു. ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബം സൗദിയിലായിരുന്നു. അവിടെ വെച്ച് +1 പഠിക്കുമ്പോഴാണ് പരസ്പരം കണ്ടുമുട്ടിയത്. +2 ആകുമ്പോഴേക്കും പ്രണയത്തിലായി. ഇനി മറ്റൊരു പുരുഷനൊപ്പം ജീവിക്കാനാവില്ല. വാപ്പയും ഉമ്മയും ഒക്കെ ജീവിക്കുന്നത് പോലെ നമുക്ക് രണ്ടുപേർക്കും ഇനി അങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. റിലേഷൻഷിപ്പിനായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്ക് സംശയം തോന്നി തുടങ്ങി. ഉപരിപഠനത്തിന് വേണ്ടി ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ഉമ്മമാരാണ് ആദ്യം പിടിച്ചത്. ഫോണിലൂടെ മെസ്സേജ് അയക്കുന്നത് പിടിക്കുന്നത് സ്ഥിരമായി. ആണും പെണ്ണും പ്രേമിക്കുന്നത് തന്നെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധം തീരെയും യോജിക്കാൻ കഴിയില്ലല്ലോ. 3 വർഷം ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നില്ല. പ്രണയം തീവ്രവുമായിരുന്നു. പിന്തിരിപ്പിക്കാൻ പലരും പല വഴി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അവസാനം നൂറയെ കാണാൻ വേണ്ടി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു. കോടതി വഴി ഞങ്ങൾക്ക് അനുകൂലമായി, പക്ഷെ അപ്പോഴും വിമർശിച്ചവർ ഒരുപാടുണ്ട്. 2 മാസത്തിനപ്പുറം മുന്നോട്ട് പോവില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് 1 വർഷമാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകുമെന്ന് അവർക്ക് മുന്നിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒരുപാട് ഉപദ്രവങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നൂറയെ എന്റെ അടുത്തു നിന്നും പിടിച്ചുകൊണ്ടു പോയത് ഉപദ്രവിച്ചുകൊണ്ടാണ് എന്ന് ആദില പറയുന്നു. സ്നേഹം നടിച്ചും അല്ലാതെയും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. കോടതി വിധി വന്നതിന് ശേഷം നൂറയും കൂട്ടി ആദില പോയത് സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ വെച്ച് സ്വന്തം വീട്ടുകാർ തന്നെ ആദിലയ്ക്ക് ക്രിമിനൽ മൈൻഡ് ആണെന്നും ഓടി രക്ഷപ്പെട്ടോളൂ എന്നും നൂറയോട് പറഞ്ഞിരുന്നു അത്രേ. നൂറയ്ക്ക് 2 സഹോദരിമാരും 1 സഹോദരനുമാണ് ഉള്ളത്. 2 സഹോദരിമാർക്കും തന്നോട് കടുത്ത ദേഷ്യമാണ് എന്ന് നൂറ പറയുന്നു. അനുജന് പിന്നെ ഒന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. ആദിലയ്ക്ക് 1 സഹോദരിയാണ്. ആദ്യമൊക്കെ അവൾക്ക് ഞങ്ങൾ രണ്ടുപേരോടും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ സമ്മർദ്ദം കാരണം അവളും സംസാരിക്കാറില്ല. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല. പുരുഷന്മാരോട് ഞങ്ങൾക്ക് യാതൊരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല എന്ന് ആദിലയും നൂറയും പറയുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ കിട്ടിക്കോളാം എന്ന് പറഞ്ഞ് ചിലർ വരാറുണ്ട്. അത്രയും വലിയ സാമൂഹിക കാര്യമൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കുകയാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾക്ക് ആരോടും പ്രതികാരമില്ല. നല്ല രീതിയിൽ ജീവിക്കണം. വിദേശത്ത് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും ആദിലയും നൂറയും പറയുന്നു. ഇവർ രണ്ടുപേരും ബിഗ് ബോസിലെത്തിയ ശേഷം വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു. ഇവരുടെ അതിജീവനവും ഇവരുടെ പ്രണയവും എല്ലാം വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും ഇവരുടെ പുതിയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ആദിലയും നൂറയും ഇപ്പോൾ മോഡലിംഗ് രംഗത്തും സജീവമാണ്. ബ്ലോഗിങ്ങും ഒക്കെയായി ഇരുവരും തങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവരുടെ ആഗ്രഹം പോലെ ഇവർ വിദേശത്ത് പോയി നേടാനുള്ള ആഗ്രഹങ്ങളൊക്കെ നേടി. കാറ് സ്വന്തമാക്കി, വീട് വാങ്ങി, ലക്ഷങ്ങൾ അക്കൗണ്ടിൽ സമ്പാദ്യം ഉണ്ടാക്കി. ഇനി ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ വിദേശത്ത് പോയി സെറ്റിൽ ആവുക എന്ന സ്വപ്നത്തിലേക്കാണ് ഇരുവരും കടക്കാൻ പോകുന്നത്. ബിഗ് ബോസിൽ അവസാനം വരെ എത്താൻ നൂറയ്ക്ക് സാധിച്ചിരുന്നു. ഇവരെല്ലാവരും തന്നെ ഈ രണ്ടുപേരെയും പിന്തുണച്ചിരുന്നു. ആദ്യമൊക്കെ ഇവർക്കൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ബിഗ് ബോസിലെത്തിയതോടെ ആ നെഗറ്റീവ് പൂർണ്ണമായും മാറി എന്ന് വേണം പറയാൻ.